ഏത് കോളേജിൽ പോയാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലാണ് ഇതുപോലെയുള്ള അറിവ് കിട്ടുന്നത്? ഏത് അധ്യാപകനാണ്, ഏത് പ്രൊഫസറാണ് ഇതുപോലെ വിവരിച്ചു കൊടുക്കുന്നത്? ചെറുപ്പമെന്നോ പ്രായമായവരെന്നോ ഒന്നും നോക്കാതെ സൗമ്യതയോടുകൂടി വിവരിക്കുന്നതായ ആ ഒരു വിവരണമാണ്. മനസ്സിലൊരു ചുമട് ഭാരവുമായിട്ട് കടന്നു വന്നു. അത് ഈ പ്രെയർ ഹാളിൽ അത് അവസാനിച്ചു. ഓരോ ദിവസവും അത് എന്നിൽ നിന്ന് ഏറ്റെടുത്ത കർത്താവിൻ്റെതായ ആ സമാധാനവും ആ സന്തോഷവും ഞാൻ ഇവിടെ ഈ പ്രെയർ ഹാളിൽ അനുഭവിച്ചു. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് പിതാവ് തനിക്ക് തന്ന ഈ ആത്മാവിനാലാണ്. ഈ ആത്മാവിനെ അധികമായിട്ട് കിട്ടിയാൽ ആത്മീക വേലകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് ഈ കാര്യമാണ്. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാൻ നന്നായിരിക്കുക. കർത്താവ് യേശു ഇങ്ങനെ പറയും, നമ്മൾ ആരോടെങ്കിലും എന്താ ചോദിക്കണേ? നമ്മൾ പണിയെടുക്കുന്നതിന് വേണ്ടിയാ? പരിശുദ്ധാത്മാവിന് വേണ്ടിയാ? പൈസയ്ക്ക് വേണ്ടി അല്ലേ? പക്ഷേ നമ്മളെല്ലാം പൈസയ്ക്ക് വേണ്ടി ചെയ്യണേ അല്ലേ? അപ്പോ യേശുക്രിസ്തു പറയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പൈസ എത്ര അധികമായി കൊടുക്കുമെന്നാണോ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്നാണോ? പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ഭൂമിയിൽ കാര്യങ്ങളെ നടത്താൻ പൈസ വേണമെങ്കിൽ ആത്മലോകത്തെ കാര്യങ്ങളെ നടത്താൻ പരിശുദ്ധ ആത്മാവിനെ വേണം. ദുഃഖിതർക്ക് ആശ്വാസമായി ദൈവരാജ്യ സന്ദേശം തൃശൂർ IMA ഹാളിൽ നടത്തപ്പെടുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അവസരം നഷ്ടമാക്കരുത്.